PSc ബുള്ളറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ 18ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത 100 ചോദ്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ചോദ്യങ്ങളിലെല്ലാം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം തന്നെ നിങ്ങൾ വളരെ ആക്റ്റീവായി തന്നെ നമ്മുടെ ക്വിസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തന്നെ പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി ആരാണ്? ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി ആരെന്നാണ് ചോദ്യം. ഉത്തരം പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായിട്ടുള്ള കേന്ദ്ര നിയമമന്ത്രി ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോനാണെന്ന് ഓർത്തിരിക്കുക. ബാൽബൻ, അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞിരുന്ന പണ്ഡിതനാരായിരുന്നു? അമീർ ഖുസ്രു ആയിരുന്നു. ബാൽബൻ, അലാവുദ്ദീൻ ഖിൽജി, അതേപോലെ ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞിരുന്ന പണ്ഡിതനാരായിരുന്നു? അമീർ ഖുസ്രു ആയിരുന്നു. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാർ. അപ്പോൾ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാർ ആയിരുന്നു കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി. ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ് ആരാണ്? ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ് ആരാണ്? നെബുക്കദ്നസർ ആണ്. ഓക്കെ, നെബുക്കദ്നസർ എന്ന് പറയുന്ന രാജാവാണ് ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവാണ് നെബുക്കദ്നസർ. ഓക്കെ, ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ് ആരാണ്? നെബുക്കദ്നസർ ആണ് ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ്. കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബാലകൃഷ്ണ പിള്ളയാണ്. ഓക്കെ, കേസരി എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബാലകൃഷ്ണ പിള്ളയാണ് കേസരി എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. പിന്നാക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാനായിട്ട് തിരുവിതാംകൂറിൽ സംഘടിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. എന്താണ് നിവർത്തന പ്രക്ഷോഭം? പിന്നാക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാനായിട്ട് തിരുവിതാംകൂറിൽ സംഘടിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ എൻ്റെ ക്വിസ് ക്വസ്റ്റ്യൻ, നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം നിങ്ങൾ കണ്ടെത്തി കമൻറ്റ് ചെയ്യുക. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ലീഡർ ആരായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാര്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷവും അതേപോലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണെന്നും കണ്ടെത്തി കമൻറ്റ് ചെയ്യുക. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരായിട്ട് ഒരുമിച്ച് നിന്ന എതിർ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരായിട്ട് ഒരുമിച്ച് നിന്ന എതിർ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഹമ്മദ്നഗർ, ബിജാപ്പൂർ, ഗോൽക്കൊണ്ട, അതേപോലെ ബിദാർ എന്നീ രാജ്യങ്ങളാണ് തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരായിട്ട് ഒരുമിച്ച് നിന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഹമ്മദ്നഗർ, ബിജാപ്പൂർ, ഗോൽക്കൊണ്ട, ബിദാർ എന്നീ രാജ്യങ്ങളാണ് തളിക്കോട്ട യുദ്ധത്തിൽ നമ്മൾ വിജയനഗരത്തിനെതിരായിട്ട് ഒരുമിച്ച് നിന്ന രാജ്യങ്ങൾ. എ ലോങ് വാക്ക് ടു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന് പറയുന്ന പുസ്തകം, ഇതൊരു ആത്മകഥയാണ്. ഇത് എഴുതിയത് നെൽസൺ മണ്ടേലയാണ്. ഓക്കെ, അപ്പോൾ എ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം അതൊരു ആത്മകഥയാണ്. അത് എഴുതിയതാരാണ്? നെൽസൺ മണ്ടേല എഴുതിയ ആത്മകഥയുടെ പേരാണ് എ ലോങ് വാക്ക് ടു ഫ്രീഡം. ഷാജഹാൻ്റെ ശവകുടീരം എവിടെയാണ്? ആഗ്രയിലാണ് ഷാജഹാൻ്റെ ശവകുടീരം ഉള്ളത്. ഷാജഹാൻ്റെ ശവകുടീരം എവിടെയാണ്? ആഗ്രയിലാണ് ഷാജഹാൻ്റെ ശവകുടീരം ഉള്ളത്. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? സിപ്പ് കോഡുകളാണ്. ഓക്കെ, ഇപ്പോൾ സിപ്പ് പിന്നിന് പകരം അമേരിക്കയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ZIP. സിപ്പ് എന്ന് പറയുന്ന കോഡാണ് അമേരിക്കയിൽ ഉപയോഗിക്കുന്നത്. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? സിപ്പ് എന്ന് പറയുന്ന കോഡാണ്. തകഴിയുടെ ഏത് നോവലിനാണ് ആദ്യമായി ചലച്ചിത്രമായി മാറിയത്? തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായിട്ട് ചലച്ചിത്രമായിട്ട് മാറിയെന്നാണ് ചോദ്യം. ഉത്തരം രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലാണ് തകഴിയുടെ ആദ്യത്തെ നോവൽ. ഇങ്ങനെ നമ്മുടെ സിനിമയായിട്ട് മാറിയ തകഴിയുടെ ആദ്യത്തെ നോവലാണ് രണ്ടിടങ്ങഴി. ഓക്കെ അല്ലേ? സിനിമയായിട്ട് മാറിയ തകഴിയുടെ ആദ്യത്തെ നോവലാണ് രണ്ടിടങ്ങഴി. തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രമായതാണ് കോവളമാണ് വിനോദസഞ്ചാര കേന്ദ്രം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബാൾക്കൻസിലെ പാരീസ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? നമ്മുടെ ബുക്കാറസ്റ്റ്. ഓക്കെ, അപ്പോൾ ബുക്കാറസ്റ്റിനെയാണ് ബാൾക്കൻസിലെ പാരീസ്. അപ്പോൾ എന്താണ് ചോദ്യം? ബാൾക്കൻസിലെ പാരീസ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ബുക്കാറസ്റ്റിനെയാണ് ബാൾക്കൻസിലെ പാരീസ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജോൺ ആഡംസ് ആണ് രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ആരാണ്? ജോൺ ആഡംസ് ആണ് രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്. എന്നാൽ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തി കമൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജോൺ ആഡംസ് ആണ് രണ്ടാമത്തെ പ്രസിഡന്റ്. അപ്പോൾ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തി കമൻറ്റ് ചെയ്യുക.
അടുത്ത ചോദ്യം, നീലഗിരി ഏതിൻ്റെ ഭാഗമാണ്? പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് നീലഗിരി. സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉള്ളത് നല്ല തൊണ്ടവേദനയാണ്, അതിൻ്റെയാണ്. അപ്പോൾ നീലഗിരി എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്? പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് നീലഗിരി. നീലഗിരി എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്? പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് നീലഗിരി. അടുത്ത ചോദ്യം, ബാമിയൻ ബുദ്ധപ്രതിമകൾ ഏത് രാജ്യത്തായിരുന്നു? എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ് ബാമിയൻ ബുദ്ധപ്രതിമകൾ. അപ്പോൾ ബാമിയൻ എന്ന് പറയുന്ന ബുദ്ധപ്രതിമകൾ ഏത് രാജ്യത്തായിരുന്നു? അഫ്ഗാനിസ്ഥാനിലായിരുന്നു ബാമിയൻ ബുദ്ധപ്രതിമകൾ. ഏറ്റവും വലിയ സസ്തനി ഏതാണ്? തിമിംഗലമാണ് ഏറ്റവും വലിയ സസ്തനി. ഏറ്റവും വലിയ സസ്തനി ഏതാണ്? തിമിംഗലമാണ് ഏറ്റവും വലിയ സസ്തനി. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണമാണ് കേസരി. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണമാണ് കേസരി. ഇന്ന് ബാലഗംഗാധര തിലകൻ്റെ ഒരു പ്രസിദ്ധമായ മറ്റൊരു പ്രസിദ്ധീകരണം കൂടിയുണ്ട്, അതിൻ്റെ പേരാണ് മറാത്ത. ഓക്കെ, അപ്പോൾ മറാത്ത എന്ന് പറയുന്നതാണ് ബാലഗംഗാധര തിലകൻ്റെ മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം. ഇത് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് മറാത്ത എഴുതിയിട്ടുള്ളത്. നമ്മുടെ കേസരി എഴുതിയത് ഏത് ഭാഷയിലാണ്? നമ്മുടെ മറാത്തി ഭാഷയിൽ എഴുതിയതാണ് കേസരി എന്നും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബാമിനി രാജ്യം സ്ഥാപിതമായ വർഷം ഏതാണ്? 1347 ബാമിനി രാജ്യം സ്ഥാപിതമായത്. ബാമിനി രാജ്യം സ്ഥാപിതമായ വർഷം ഏതാണ്? 1347 ബാമിനി രാജ്യം സ്ഥാപിതമായത്. ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവിയാണ് ഭീമൻ കണവ. ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവി ഏതാണ്? ഭീമൻ കണവയ്ക്കാണ് ഏറ്റവും വലിയ കണ്ണുകളുള്ളത്. ഭീമൻ കണവയ്ക്കാണ് ഏറ്റവും വലിയ കണ്ണുകളുള്ളത്. ബാമിനി സാമ്രാജ്യം സ്ഥാപിതമായ വർഷം ഏതാണ്? 1347. ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവി ഏതാണ്? ഭീമൻ കണവ. നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നമ്മുടെ ഹൈദരാബാദിലാണ് നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹൈദരാബാദിലാണ് നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ് പിന്നാക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിനാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ആരാണ്? അപ്പോൾ ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ആരാണ്? ജെയിംസ് പ്രിൻസപ്പാണ് അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞത്. ഈ അശോക സ്തൂപം എവിടെയാണ്? ഫിറോസാബാദിലാണ്. അപ്പോൾ ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞത് ആരാണ്? നമ്മുടെ ജെയിംസ് പ്രിൻസപ്പാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണ്? കൃഷ്ണകാന്താണ് കേട്ടോ. കൃഷ്ണകാന്താണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണ്? കൃഷ്ണകാന്താണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ഫിറോസ് ഗാന്ധി അവാർഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാം. വിങ്സ് ഓഫ് ഫയർ എഴുതിയ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണെന്ന് ഓർത്തിരിക്കുക. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ ഡാം. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ ഡാം. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബന്ധൂങ് സമ്മേളനമാണ്. ഓക്കെ, അപ്പോൾ ബന്ധൂങ് സമ്മേളനത്തിലാണ് നമ്മുടെ പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ഏതാണ്? ബന്ധൂങ് സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ചത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവിയാണ് വള്ളത്തോൾ. അപ്പോൾ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? വള്ളത്തോളാണ്. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? അല്ലെങ്കിൽ ആദ്യത്തെ ഫുട്ബോൾ കപ്പ് മത്സരം നടന്ന വേദി ഏതാണ്? മോണ്ടിവിഡിയോ എന്ന് പറയുന്ന നഗരത്തിലാണ് ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വേദി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വേദി ഏതാണ്? മോണ്ടിവിഡിയോ. അടുത്ത ചോദ്യം, പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ്? ഹൈദരലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത്. ടിപ്പു സുൽത്താൻ്റെ അച്ഛനാണ് ഹൈദരലി. അപ്പോൾ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ്? ഹൈദരലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം. കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വോൾഗ നദിയാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി.
പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ഏതാണ്? ബുദ്ധമതമായിരുന്നു പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ തോമസ് കുക്കിനെയാണ്. ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? തോമസ് കുക്കിനെയാണ് ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കറാണെന്ന് ഓർത്തിരിക്കുക. സമദസ്ഥാൽ ആരുടെ സമാധിയാണ്? ആരുടെ സമാധിയാണ്? ജഗജീവൻ റാമിൻ്റെ സമാധിയാണ് സമദാസ്ഥാൽ. അപ്പോൾ സമദാസ്ഥാൽ ആരുടെ സമാധിയാണ്? ജഗജീവൻ റാമിൻ്റെ സമാധി സ്ഥലമാണ് സമദാസ്ഥൽ എന്ന് പറയുന്നത്. പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962, അല്ലെങ്കിൽ 0 ഓവർ എന്നാണ് പറയുന്നത്. ഈ 0 ഓവർ വരുന്ന വർഷം 1962 0 ഓവർ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഏതാണ്? തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഏതാണ്? തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ആണ്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗാർട്ടിൽ ഉയർത്തിയതാരാണ്? ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗാർട്ടിൽ ഉയർത്തിയതാരാണ്? മാഡം ഫിക്കാജി കാമയാണ് ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗാർട്ടിൽ ഉയർത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണെന്ന് ഓർത്തിരിക്കുക. ബ്രിട്ടനിലെത്തിയ ആദ്യത്തെ ബ്രാഹ്മണൻ ആരാണ്? ബ്രാഹ്മണനാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ്. നമ്മുടെ രാഷ്ട്രകൂട വംശത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? മാന്യഖേദ എന്ന് പറയുന്നതാണ് രാഷ്ട്രകൂട വംശത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? മാന്യഖേദ. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? G രാമചന്ദ്രനാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളിയാണ് G രാമചന്ദ്രൻ. തമിഴ്നാട്ടിൽ നമ്മുടെ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളിയാണ് G രാമചന്ദ്രൻ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏത് നഗരവുമായി ബന്ധപ്പെടുത്തുന്നു എന്നാണ് ചോദ്യം. ഉത്തരം കോയമ്പത്തൂറാണ്. അപ്പോൾ കോയമ്പത്തൂരിനെ നമ്മുടെ ചെന്നൈയെ കോയമ്പത്തൂരുമായി ബന്ധപ്പെടുത്തുന്നതാണ് കോവൈ എക്സ്പ്രസ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇന്റർ പാർലമെൻ്ററി യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഇന്റർ പാർലമെൻ്ററി യൂണിയൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേണൽ ജോൺ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡൻ്റ് ആയത് ഏത് വർഷത്തിലാണ്? AD 1810 കേണൽ മൺട്രോ എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡൻ്റ് ആയത് ഏത് വർഷമാണ്? AD 1810 ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ആധുനിക കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വില്യം ഹോഗാർത്ത്. അപ്പോൾ വില്യം ഹോഗാർത്തിനെയാണ് ആധുനിക കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വില്യം ഹോഗാർത്തിനെയാണെന്ന് ഓർത്തിരിക്കുക. 50ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവാണ് ധർമ്മപാലൻ. ധർമ്മപാലൻ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് വീഡിയോ നിർത്തുകയാണ്. കാരണം നല്ല ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, സൗണ്ടൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, 150 ചോദ്യങ്ങൾ, ഇന്നത്തെ 80 മിച്ചമുള്ളതും നാളത്തെ 100 കൂടി ചേർത്തുകൊണ്ട് 150 ക്വസ്റ്റ്യൻ നാളെ തന്നെ കവർ ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കറണ്ട് അഫെയറിൻ്റെ ഒരു ക്ലാസ് കൂടി ഉച്ചയ്ക്ക് ഉണ്ടാവും. എല്ലാവരും അതിലേക്കായിട്ട് വെയിറ്റ് ചെയ്യുക. കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ഉണ്ടാവും. ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ അത് പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു സോറി പറയുകയാണ്. കാര്യം ഇന്ന് എനിക്ക് 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുള്ളൊരു ഫിസിക്കൽ കണ്ടീഷൻ ഇന്നില്ല. അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.